ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഓടുമേഞ്ഞ ആ പഴയ കെട്ടിടത്തിനുള്ളിൽ സീലിംഗ് ഫാനുകൾ കിതച്ചുകൊണ്ട് കറങ്ങുകയായിരുന്നു. തുരുമ്പെടുത്ത ജനൽക്കമ്പികളിലൂടെ അരിച്ചിറങ്ങുന്ന ഉച്ചവെയിലിന് വല്ലാത്തൊരു ചൂടായിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ കോർപ്പറേറ്റ് ഓഫീസിലെ ചില്ലുജാലകങ്ങൾക്കുള്ളിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ നിന്നും കേരളത്തിലെ ഈ ഗ്രാമീണ ശാഖയിലേക്കെത്തുമ്പോൾ കൃഷ്ണനുണ്ണി ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പുറത്ത് കത്തുന്ന വെയിലിൽ വരിനിൽക്കുന്നവരുടെ ആരവം ഉള്ളിലേക്ക് കേൾക്കാം. കൃഷ്ണനുണ്ണി തന്റെ ക്യാബിനിലെ കറങ്ങുന്ന കസേരയിലേക്ക് ചാരിയിരുന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മേശപ്പുറത്ത് ഫയലുകളുടെ കൂമ്പാരമാണ്. ഓരോ ഫയലിനും പഴകിയ കടലാസിന്റെയും അതിൽ തൊട്ട മനുഷ്യരുടെ വിയർപ്പിന്റെയും ഗന്ധമുണ്ടായിരുന്നു. സാർ, ഉച്ചയായി, ചായ എടുക്കട്ടെ? പ്യൂൺ രാമേട്ടൻ വാതിൽക്കൽ വന്നു ചോദിച്ചു. നരച്ച മീശയും മുഖത്ത് എപ്പോഴും വിനീതമായൊരു ചിരിയുമുള്ള മനുഷ്യൻ. ആകാ രാമേട്ട, കൃഷ്ണനുണ്ണി പുഞ്ചിരിച്ചു. രാമേട്ടൻ പോയപ്പോൾ അയാൾ വീണ്ടും ഫയലുകളിലേക്ക് നോക്കി. ഗുജറാത്തിലായിരുന്നപ്പോൾ എല്ലാം ഡിജിറ്റലായിരുന്നു. കോടികളുടെ ഇടപാടുകൾ, വലിയ കോർപ്പറേറ്റ് ലോണുകൾ, ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന ഉപഭോക്താക്കൾ. അവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ലായിരുന്നു. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം. എന്നാൽ ഇവിടെ കൃഷ്ണനുണ്ണി ഒരു ലോൺ ആപ്ലിക്കേഷൻ കയ്യിലെടുത്തു. മുഷിഞ്ഞ വേഷമണിഞ്ഞ ഒരു കർഷകന്റേതാണ്. മകളുടെ വിവാഹത്തിനുള്ള വായ്പയാണ്. ഗ്യാരണ്ടി നൽകാൻ കാര്യമായി ഒന്നുമില്ല. ഗ്ലാസ് ഡോറിനപ്പുറത്തേക്ക് അയാൾ നോക്കി. കൗണ്ടറുകൾക്ക് മുന്നിൽ തിക്കിത്തിരയ്ക്കുന്ന ജനം, പെൻഷൻ വാങ്ങാൻ വരുനിൽക്കുന്ന നടുവ് വളഞ്ഞ വയോധികർ, സ്വർണ്ണപ്പണയത്തിന് കാത്തുനിൽക്കുന്ന ഉത്കണ്ഠ നിറഞ്ഞ മുഖമുള്ള വീട്ടമ്മമാർ, കൃഷിനാശം വന്നതിന്റെ പരാതിയുമായി നിൽക്കുന്ന കർഷകർ. ഓരോ മുഖത്തും ഓരോ തരം ആകുലതകൾ നിഴലിക്കുന്നുണ്ട്. ഈ ബാങ്ക് അവർക്കൊരു ധനകാര്യ സ്ഥാപനം മാത്രമല്ല, അവരുടെ അവസാനത്തെ പ്രതീക്ഷയാണെന്ന് കൃഷ്ണനുണ്ണിക്ക് തോന്നി. ഇവിടെ പണിയെടുക്കാൻ കുറച്ച് പാടാ സാറേ. ആളുകൾക്ക് വിവരമില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ കുറച്ച് ക്ഷമിക്കണം. ചായയുമായി വന്ന രാമേട്ടൻ പറഞ്ഞു. കൃഷ്ണനുണ്ണി അത് ശരിവെച്ചു. എന്നാൽ തന്റെ സഹപ്രവർത്തകർ പലരും അതൊരു ജോലിയായി മാത്രം കാണുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിലെ നമ്പറുകൾക്കപ്പുറം കൗണ്ടറിന് പുറത്തു നിൽക്കുന്ന മനുഷ്യരുടെ നെഞ്ചിടിപ്പ് അവർ കേൾക്കുന്നില്ല. ഉച്ചത്തിലുള്ള സംസാരവും പരിഹാസങ്ങളും അവഗണനയും അവിടെ സ്ഥിരം കാഴ്ചയാണ്. മാനേജർ എന്ന നിലയിൽ എനിക്കിവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ? അയാൾ സ്വയം ചോദിച്ചു. ഉത്തരം അവ്യക്തമായിരുന്നു. പക്ഷെ ഒന്ന് അയാൾ ഉറപ്പിച്ചു. ഇവിടെ കണക്കുകൾക്ക് മാത്രമല്ല, മനുഷ്യരുടെ കണ്ണീരിനും വിലയുണ്ട്. അതു മനസ്സിലാക്കാത്ത ബാങ്കിംഗ് അപൂർണമാണ്. പുറത്ത് ക്യൂവിൽ നിൽക്കുന്നവരുടെ ബഹളം കൂടിക്കൂടി വരുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഉച്ചസമയത്തെ തിരക്ക് തുടങ്ങുകയാണ്. സമയം ഉച്ചയ്ക്ക് 12 മണി. ബാങ്കിനുള്ളിലെ തിരക്ക് അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. നോട്ടെണ്ണുന്ന മെഷീനുകളുടെ ശബ്ദവും ഇടപാടുകാരുടെ സംസാരവും ഫാനുകളുടെ മുറൾച്ചയും ചേർന്ന് വല്ലാത്തൊരു ബഹളം. വിയർപ്പിന്റെയും പഴകിയ കടലാസുകളുടെയും ഗന്ധം ബാങ്കിനുള്ളിൽ തളം കെട്ടിനിന്നു. സേവിങ്സ് ബാങ്ക് കൗണ്ടറിന് മുന്നിൽ നീണ്ട ക്യൂ ആണ്. ക്യൂവിന്റെ ഏറ്റവും അടിവലായി ചുക്കിച്ചുളിഞ്ഞ സാരി ധരിച്ച ഒരമ്മച്ചി നിൽപ്പുണ്ടായിരുന്നു. കയ്യിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ പാസ്ബുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ക്ഷീണം കൊണ്ട് കാലുകൾ വിറയ്ക്കുന്നുണ്ടെങ്കിലും കണ്ണുകളിൽ വല്ലാത്തൊരു പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. അരമണിക്കൂറോളം കാത്തുനിന്ന ശേഷമാണ് അവർ കൗണ്ടറിന് മുന്നിലെത്തിയത്. കൗണ്ടറിലിരുന്നത് ഹെഡ് ക്ലർക്ക് സഹദേവനാണ്. കമ്പ്യൂട്ടറിൽ മുഖം പൂഴ്ത്തി കീബോർഡിൽ വിരലുകൾ വേഗത്തിൽ ചലിപ്പിക്കുകയായിരുന്നു. എന്താ വേണ്ടത്? മുഖമുയർത്താതെ സഹദേവൻ ചോദിച്ചു. മോനെ, എന്റെ കൊച്ചുമോൻ. അമ്മച്ചിയുടെ ശബ്ദം നേർത്തതായിരുന്നു. അവൻ എന്തെങ്കിലും അയച്ചിട്ടുണ്ടോന്ന് നോക്കാമോ? സഹദേവൻ അസ്വസ്ഥതയോടെ തല ഉയർത്തി. അമ്മച്ചി, ഇത് ഇന്നലെയും വന്ന് ചോദിച്ചതല്ലേ? കാശ് വന്നാൽ ഫോണിൽ മെസ്സേജ് വരുമെന്ന് ഞാൻ 100 ആവർത്തി പറഞ്ഞിട്ടില്ലേ? ഫോൺ പഴയതാ മോനെ, എനിക്ക് മെസ്സേജ് നോക്കാനൊന്നും അറിയില്ല, അതാ. അമ്മച്ചി പാസ്ബുക്ക് കൗണ്ടറിലേക്ക് നീട്ടിവെച്ചു. അവരുടെ വിറയ്ക്കുന്ന കൈകൾ ആ ചില്ലുജാലകത്തിൽ തട്ടി. ഓരോന്നു വന്നോളും, സമയം കളയാൻ. സഹദേവൻ പെറുവെറുത്തുകൊണ്ട് പാസ്ബുക്ക് വാങ്ങി ദേഷ്യത്തോടെ തുറന്നു. കമ്പ്യൂട്ടറിൽ അക്കൗണ്ട് നമ്പർ അടിച്ചു നോക്കി. ഒന്നും വന്നിട്ടില്ല. ബാലൻസ് വെറും 150 രൂപ. സഹദേവൻ പാസ്ബുക്ക് തിരികെ കൗണ്ടറിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി മെസ്സേജ് വരാതെ ഇങ്ങോട്ട് വരരുത്. അവിടെ പുറകിൽ നിൽക്കുന്നവരെ കണ്ടൂടെ? തിരക്കുള്ള സമയത്ത് വെറുതെ. അമ്മച്ചിയുടെ മുഖം പെട്ടെന്നിരുണ്ടു. പ്രതീക്ഷയുടെ തിളക്കം കെട്ടുപോയി. ചുറ്റും നിൽക്കുന്നവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അപമാനഭാരത്താൽ
ആ വയോധികയുടെ തല കുനിഞ്ഞു. ശരി മോനെ. ബുദ്ധിമുട്ടിച്ചതിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിറയ്ക്കുന്ന കൈകളോടെ പാസ്ബുക്ക് തിരികെയെടുത്ത് കണ്ണീർ മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് അവർ വേച്ചുവേച്ചു നടന്നു നീങ്ങി. തന്റെ ഗ്ലാസ് ക്യാബിനിലിരുന്ന് കൃഷ്ണനുണ്ണി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരു കനലെരിഞ്ഞു. അയാൾ പെട്ടെന്ന് ബെല്ലടിച്ചു. പ്യൂൺ രാമേട്ടൻ ഓടിയെത്തി. സഹദേവനെ ഒന്നിങ്ങോട്ട് വിളിക്ക്. കൃഷ്ണനുണ്ണിയുടെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സഹദേവൻ ക്യാബിനിലെത്തി. എന്താ സാർ? സഹദേവൻ, ആ അമ്മച്ചിയോട് സംസാരിച്ച രീതി അത് തീർത്തും മോശമായിപ്പോയി. അയ്യോ സാർ, അത് തിരക്കുകൊണ്ട്. സഹദേവൻ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ദിവസവും വന്നിത് തന്നെ ചോദിക്കും, അതാ എനിക്ക് ദേഷ്യം വന്നത്. കൃഷ്ണനുണ്ണി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സഹദേവൻ, അവർ വെറുമൊരു കസ്റ്റമർ മാത്രമല്ല, 70-75 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഒരുപക്ഷെ അവർക്ക് വേറെ ആരും കാണില്ല. ആ പാസ്ബുക്കിലെ അക്കങ്ങളിലായിരിക്കും അവരുടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത്. ബാങ്കിംഗ് നിയമങ്ങൾക്കപ്പുറത്ത് മനുഷ്യത്വം എന്നൊന്നുണ്ട്. സഹദേവൻ തലകുനിച്ചു നിന്നു. തിരക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് സഹദേവൻ. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്നവരുടെ ആത്മാഭിമാനം തകർക്കാൻ നമുക്ക് അവകാശമില്ല. ആ അമ്മച്ചി ഇറങ്ങിപ്പോയത് കണ്ടോ? തോറ്റുപോയൊരു പോരാളിയെപ്പോലെ. നമ്മുടെ വീട്ടിലെ അമ്മമാരെ ആരെങ്കിലും ഇങ്ങനെ അപമാനിക്കുന്നത് നമുക്ക് സഹിക്കുമോ? സഹദേവന്റെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചു. സോറി സാർ, ഇനി ശ്രദ്ധിച്ചോളാം. ഇനി ആവർത്തിക്കരുത്. പൊയ്ക്കോളൂ. സഹദേവൻ പോയിക്കഴിഞ്ഞിട്ടും കൃഷ്ണനുണ്ണിയുടെ മനസ്സ് ശാന്തമായില്ല. ആ അമ്മച്ചിയുടെ നിറഞ്ഞ കണ്ണുകൾ അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഉച്ചയോടെ ആകാശം കറുത്തു. അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ കനത്ത മഴ ഗ്രാമത്തെയാകെ നനച്ചു. ഉച്ചഭക്ഷണത്തിനായി പുറത്തിറങ്ങിയ കൃഷ്ണനുണ്ണി കുട നിലർത്തിപ്പിടിച്ച് കാറിനടുത്തേക്ക് നടക്കുകയായിരുന്നു. വഴിയിലുടനീളം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ആളുകൾ കടകളുടെ വരാന്തകളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഓടിക്കേറുന്നു. കാറിന്റെ ഡോർ തുറക്കാൻ തുടങ്ങുമ്പോഴാണ് ബസ് സ്റ്റോപ്പിലെ ദ്രവിച്ച കോൺക്രീറ്റ് ഷെഡിന്റെ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആ രൂപം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ ബാങ്കിൽ വന്ന അതേ അമ്മച്ചി. മഴയുടെ തണുപ്പിൽ അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാരിയുടെ മുന്താണി കൊണ്ട് അവർ തണുപ്പിനെ തടയാൻ ശ്രമിക്കുന്നു. എന്തോ ഒന്ന് കൃഷ്ണനുണ്ണിയെ അങ്ങോട്ട് വലിച്ചടുപ്പിച്ചു. അയാൾ കുടയുമായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്, മഴവെള്ളമല്ല അവരുടെ കവിളിലൂടെ ഒഴുകുന്നത്, അത് കണ്ണുനീരായിരുന്നു. ചുറ്റും തിരക്കുണ്ടായിരുന്നിട്ടും ആരും ആ കരച്ചിൽ കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു. അമ്മച്ചി, കൃഷ്ണനുണ്ണി ആർദ്രമായി വിളിച്ചു. അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ കൃഷ്ണനുണ്ണിയെ കണ്ടപ്പോൾ അവർക്കാളെ മനസ്സിലായില്ല. ഞാനാണ്, ബാങ്കിലെ സാറ്. അവരുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അയ്യോ സാറേ, ഞാൻ പൊക്കോളാം, ബസ് വന്നില്ല. അതല്ല അമ്മച്ചി, എന്തിനാ കരയുന്നത്? വീട്ടിൽ പോയില്ലേ? അമ്മച്ചി തല താഴ്ത്തി. ഇല്ല മോനെ, കയ്യിൽ ബസ്സിന് കൊടുക്കാൻ പണമില്ല. കാൽനടയായി പോകാൻ വയ്യ, ശ്വാസം മുട്ടലുണ്ട്. കൃഷ്ണനുണ്ണിയുടെ ഉള്ളിലൊന്ന് പിടഞ്ഞു. വെറും 10-15 രൂപയില്ലാത്തതുകൊണ്ട് ഈ മഴയത്ത്. പിന്നെ മരുന്ന്. അവർ കൈ വിറച്ചുകൊണ്ട് കീറിയൊരു കുരുപ്പടി കാണിച്ചു. ഇത് വാങ്ങിക്കാൻ വന്നതാ. കൊച്ചുമോൻ പണമയക്കാത്തതുകൊണ്ട് അതിനും വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അവിടെ വീട്ടിലെന്റെ കിഴവൻ ശ്വാസം കിട്ടാതെ കിടക്കുകയാണ്. മഴയുടെ ഇരമ്പലിനേക്കാൾ ഉച്ചത്തിൽ ആ വാക്കുകൾ കൃഷ്ണനുണ്ണിയുടെ ചെവിയിൽ മുഴങ്ങി. അയാൾ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. വാ, എന്റെ കാറിൽ കയറ്, ഞാൻ വീട്ടിൽ വിടാം. അയ്യോ വേണ്ട സാറേ, സാറിന്റെ കാറ് ചീത്തയാവും, എന്റെ ഉടുപ്പൊക്കെ നനഞ്ഞതാ. ഒരു കാറും ചീത്തയാവില്ല അമ്മച്ചി, വാ. കൃഷ്ണനുണ്ണി അവരുടെ കൈ പിടിച്ചു. ആ കൈകൾ മരവിച്ചിരുന്നു. അയാൾ അവരെ കാറിന്റെ മുൻസീറ്റിലിരുത്തി. കാറിനുള്ളിലെ എസിയുടെ തണുപ്പ് അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് തോന്നി അയാൾ എസി ഓഫ് ചെയ്തു. യാത്രക്കിടയിൽ അമ്മച്ചിയുടെ പഴയ നോക്കിയ ഫോൺ ഉച്ചത്തിൽ ശബ്ദിച്ചു. ഹലോ. ഫോൺ ചെവിയിൽ വെച്ചതും അവരുടെ മുഖം വിളറി. ആ മോളെ, അപ്പന് ശ്വാസം മുട്ടൽ കൂടിയോ? അയ്യോ, നെഞ്ച് തിരുമ്മിക്കൊടുക്ക്, ഞാൻ ഇപ്പോൾ എത്തും. ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവരുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. സാറേ, അപ്പന് തീരെ വയ്യെന്ന്. എനിക്കൊന്ന് വേഗം. പേടിക്കണ്ട അമ്മജി, നമ്മളെത്തി. കൃഷ്ണനുണ്ണി ആക്സിലറേറ്ററിൽ കാലമർത്തി. വഴിയിൽ കണ്ട ഒരു മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ അയാൾ വണ്ടി നിർത്തി. കനത്ത മഴയിലേക്ക് ഇറങ്ങിയോടി കുറിപ്പടിയിലുള്ള മരുന്നുകളും കൂടെ കുറച്ച് ടോണിക്കുകളും വാങ്ങി തിരിച്ചെത്തി. അത് അമ്മച്ചിയുടെ കയ്യിൽ വെച്ചുകൊടുത്തു. ഇത്? അവർ അത്ഭുതത്തോടെ നോക്കി. ഇരിക്കട്ടെ, ഇപ്പോൾ ഇതാണ് ആവശ്യം. മഴയുടെ ശക്തി കൂടി വരികയായിരുന്നു.
വൈപ്പർ ചില്ലിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം. കൃഷ്ണനുണ്ണി ഒന്നും മിണ്ടിയില്ല. പക്ഷേ അയാളുടെ മനസ്സ് ആ അമ്മച്ചിയുടെ വീട് കാണാൻ വെമ്പുകയായിരുന്നു. എന്താണ് ഇവരെ കാത്തിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയും ഒപ്പം ഭയവും അയാളിൽ നിറഞ്ഞു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ടാർ ചെയ്യാത്ത ചെമ്മൺ പാതയിലൂടെ കാർ മുന്നോട്ടു നീങ്ങി. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളിൽ വീഴുമ്പോൾ കാർ ആടിയുലയുന്നുണ്ട്. ഇരുവശങ്ങളിലും റബ്ബർ തോട്ടങ്ങളും കാടുപിടിച്ച പറമ്പുകളും മാത്രം. അവിടെ, ആ കുന്നിന്റെ മുകളിലാണ് സാറേ. അമ്മച്ചി വിറയ്ക്കുന്ന വിരൽ ചൂണ്ടി. കൃഷ്ണനുണ്ണി അങ്ങോട്ടു നോക്കി. മനസ്സുമടുപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഇടിഞ്ഞു പൊളിഞ്ഞ മൺകട്ടകൾ കൊണ്ട് കെട്ടിയുയർത്തിയ ഒരു ചെറിയ കൂര. മേൽക്കൂരയുടെ പകുതിയും ദ്രവിച്ച ഓലകളും ബാക്കി ഭാഗം കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റുകളും കൊണ്ട് മറച്ചിരിക്കുന്നു. കാറ്റടിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഭയാനകമായ ശബ്ദത്തിൽ പാറിക്കൽ. കാർ നിർത്തി അവർ പുറത്തിറങ്ങി. മുറ്റത്ത് മുഴുവൻ ചെളിയും വെള്ളവുമാണ്. തലകുനിച്ച് അമ്മച്ചിയുടെ പിന്നാലെ ആ വീട്ടിലേക്ക് കയറുമ്പോൾ കൃഷ്ണനുണ്ണിയുടെ മൂക്കിലേക്ക് അടിച്ചു കയറിയത് ഈറൻ മണ്ണും പഴകിയ തുണികളും മരുന്നുകളും ചേർന്ന ഒരു വല്ലാത്ത ഗന്ധമാണ്. അകത്ത് വെളിച്ചം തീരെ കുറവായിരുന്നു. കണ്ണുകൾ ഇരുട്ടുമായി പൊരുത്തപ്പെട്ടപ്പോൾ കണ്ട കാഴ്ച കൃഷ്ണനുണ്ണിയുടെ ശ്വാസം മുട്ടിച്ചു. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിൽ നിന്നും വീഴുന്ന വെള്ളം പിടിക്കാൻ തറയിൽ പാത്രങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. മുറിയുടെ ഒരു മൂലയിൽ ദ്രവിച്ച ഒരു മരക്കെട്ടിലിൽ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടക്കുന്നു. ഓരോ ശ്വാസത്തിനും വേണ്ടി അയാൾ കഷ്ടപ്പെടുകയാണ്. നെഞ്ചു വല്ലാതെ ഉയർന്നു താഴുന്നുണ്ട്. അപ്പ, അമ്മച്ചി. ഓട്ടി അങ്ങോട്ട് ചെന്നു. അയാളുടെ നെഞ്ചിൽ തിരുമ്മി. മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ. അതിനടുത്തായി ജനലിനോട് ചേർന്ന് ഒരു പഴയ വീൽചെയറിലിരിക്കുന്ന പെൺകുട്ടി. അമ്മു, 14 വയസ്സുണ്ടാകും. മെലിഞ്ഞ ശരീരം. പക്ഷെ ആ മുഖത്ത് വല്ലാത്തൊരു തേജസ്സുണ്ടായിരുന്നു. വലിയ കണ്ണുകൾ. ആ കണ്ണുകളിൽ നിറയെ ഭയവും ആകാംക്ഷയും, പിന്നെ പേരിടാത്ത എന്തോ ഒരു വിഷാദവും തളം കെട്ടി നിൽക്കുന്നു. ആരാമ്മമ്മേ ഇത്? അമ്മുവിന്റെ ശബ്ദം നേർത്തതായിരുന്നു. ഇത് ബാങ്കിലെ സാറാമോളെ. സാറാണ് അമ്മമ്മയെ ഇവിടെ എത്തിച്ചത്. മരുന്നും വാങ്ങിത്തന്നു. അമ്മു കൃഷ്ണനുണ്ണിയെ നോക്കി കൈകൂപ്പി. ആ കൈകൾ വിറയ്ക്കുന്നത് കൃഷ്ണനുണ്ണി കണ്ടു. അവളുടെ കാലുകൾ ശോഷിച്ച് ജീവനില്ലാത്ത പോലെ വീൽചെയറിന്റെ ഫുട്ടെസ്റ്റിൽ തൂങ്ങിക്കിടക്കുന്നു. ഇതാണോ വീട്? കൃഷ്ണനുണ്ണിക്ക് ചോദിക്കാതിരിക്കാനായില്ല. തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെ. അതെ സാറേ, ഇതാണ് ഞങ്ങളുടെ സ്വർഗം. അമ്മച്ചി കണ്ണീരിനിടയിലും കൈപ്പത്തിക്കൊണ്ട് മുഖം തുടച്ചു. അമ്മുവിന്റെ അച്ഛനും അമ്മയും 5 വർഷം മുൻപ് കൃഷി നശിച്ച് കടം കയറി. അമ്മച്ചി വാക്കുകൾ വിഴുങ്ങി. അവർ പോയി. ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ എനിക്ക് തന്നിട്ടവർ പോയി. കൃഷ്ണനുണ്ണി തലതാഴ്ത്തി. മൂത്ത ചെറുമകനപ്പോ. അവൻ കോയമ്പത്തൂരിൽ ഒരു തുണിക്കടയിൽ നിൽക്കുകയാണ്. അവന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. ഇത്തവണ അവന് ശമ്പളം കിട്ടാൻ വൈകി. ഞാനിപ്പോ വരാം. കൃഷ്ണനുണ്ണി പുറത്തേക്കൂടി. അശു സാറേ, നിൽക്ക്. അമ്മച്ചി വിളിച്ചെങ്കിലും അയാൾ കേട്ടില്ല. കാർ അതിവേഗം പാഞ്ഞുപോയി. ഏറ്റവും അടുത്തുള്ള കവലയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തി കൃഷ്ണനുണ്ണി ആദ്യം ഒരു ഓട്ടോ ഡ്രൈവറോട് അപ്പൂപ്പനെ അത്യാവശ്യമായ ഇൻഹേലർ വാങ്ങിക്കൊടുത്ത് ആ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. പിന്നെ അയാൾ നേരെ ടൗണിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. ട്രോളി ഒന്തി നടക്കുമ്പോൾ അയാളുടെ മനസ്സ് നിറയെ ആ ഒറ്റമുറി വീടായിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം അയാൾ വാരിയെടുത്തു. 5 കിലോയുടെ മട്ടയരി, പഞ്ചസാര, ചായപ്പൊടി, പരിപ്പ്, എണ്ണ, ഉള്ളി, കിഴങ്ങ്, അങ്ങനെ ഒരു കുടുംബത്തിന് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ. ബില്ല് പേ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അയാൾ മിഠായി ഭരണി കണ്ടത്. അമ്മുവിന്റെ മുഖം ഓർമ്മ വന്നു. ഒരു പാക്കറ്റ് മിൽക്ക് ബിക്കിസ് കൂടി അയാൾ അതിൽ ചേർത്തു. അത്രയും കാലം അവൾ കൊതിച്ച, എന്നാൽ കിട്ടാതിരുന്ന ചെറിയ സന്തോഷങ്ങൾ. 2 വലിയ സഞ്ചി നിറയെ സാധനങ്ങളുമായി കൃഷ്ണനുണ്ണി തിരികെ ആ കുന്നിൻ മുകളിലെത്തി. അപ്പോഴേക്കും അപ്പൂപ്പനെ ഇൻഹേലർ കിട്ടിയിരുന്നു. ശ്വാസം മുട്ടലിന് നേരിയ ആശ്വാസം വന്നതുകൊണ്ട് അദ്ദേഹം മയക്കത്തിലേക്ക് വഴുതി വീണു. സാറേ, ഇതൊക്കെ? കൃഷ്ണനുണ്ണി സഞ്ചികൾ അകത്തേക്ക് വയ്ക്കുന്നത് കണ്ട് അമ്മച്ചി അമ്പരന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കൃഷ്ണനുണ്ണി ആ സഞ്ചികൾ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെച്ചു. അടുക്കള എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. കരിപിടിച്ച 3 കല്ലുകൾ. അതിനപ്പുറം കാലിയായ 1-2 അലൂമിനിയം പാത്രങ്ങൾ മാത്രം. പാറ്റകൾ ഓടി നടക്കുന്ന ആ ഇരുണ്ട മൂലയിൽ സാധനങ്ങൾ വെക്കുമ്പോൾ താൻ ദിവസവും ഹോട്ടലിൽ ബാക്കി വയ്ക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചോർത്ത് അയാൾക്ക് കുറ്റബോധം തോന്നി. അമ്മച്ചിയെ, ഇതിരിക്കട്ടെ. വിശക്കുന്നുണ്ടാകില്ലേ? വേഗം കുറച്ച് കഞ്ഞി വയ്ക്കൂ. അമ്മച്ചി വിറയ്ക്കുന്ന കൈകളോടെ അരി അളന്നു. എന്റെ മോൻ കൊണ്ടുതന്ന ഈ അരി, ഇതെന്റെ കൊച്ചുമക്കൾക്ക് അമൃതാണ്.
അമ്മുവിന്റെ മടിയിലേക്ക് കൃഷ്ണനുണ്ണി ബിസ്ക്കറ്റ് പാക്കറ്റ് വെച്ചുകൊടുത്തു. അവളുടെ കണ്ണുകൾ വിടർന്നു. വിശ്വസിക്കാനാവാത്ത അത്ഭുതത്തോടെ അവളത് മാറോട് ചേർത്ത് പിടിച്ചു. ആ ചിരി, അത് കാണാൻ വേണ്ടിയായിരുന്നു താൻ ഇത്രയും ദൂരം വന്നതെന്ന് കൃഷ്ണനുണ്ണിക്ക് തോന്നി. ദൈവം അയച്ചതാ സാറിന്, അല്ലെങ്കിൽ ഇന്ന് രാത്രിയും പച്ചവെള്ളം കുടിച്ച് കിടക്കേണ്ടി വന്നേന്, അമ്മച്ചി വിതുമ്പലോടെ പറഞ്ഞു. അല്ല അമ്മച്ചി, ദൈവമൊന്നുമല്ല, നമ്മൾ മനുഷ്യരല്ലേ. ഒരാൾക്ക് വിശക്കുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ സമാധാനമായിരിക്കാൻ കഴിയും? കൃഷ്ണനുണ്ണി അമ്മച്ചിയുടെ ചുളിവുകൾ വീണ കൈകളിൽ പിടിച്ചു. ഇതൊക്കെ തീരുന്നതിനു മുൻപ് ഞാൻ വേറെ എത്തിക്കാം, പേടിക്കണ്ട, ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. പുറത്തു മഴ തോർന്നിരുന്നു. ഇലകളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഉറ്റിവീഴുന്ന ശബ്ദം മാത്രം. ആ വീടിനുള്ളിൽ ഇപ്പോൾ പട്ടിണിയുടെ നിശബ്ദതയല്ല, മറിച്ച് പ്രതീക്ഷയുടെ വെളിച്ചം നിറഞ്ഞിരിക്കുന്നു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മു വീൽചെയറിലിരുന്ന് കൈവീശി കാണിച്ചു. കാറിൽ കയറി തിരികെ പോകുമ്പോൾ കൃഷ്ണനുണ്ണിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. താൻ ചെയ്തത് ഒരു ദിവസത്തെ വിശപ്പടക്കാനുള്ള സഹായം മാത്രമാണ്. എന്നാൽ നാളെ, അടുത്ത മാസം വെറുതെ മീൻ കൊടുത്തിട്ട് കാര്യമില്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം എന്നയാൾ മനസ്സിൽ പറഞ്ഞു. തിരികെ ബാങ്കിലെത്തിയ കൃഷ്ണനുണ്ണിക്ക് എസിയുടെ തണുപ്പ് അരോചകമായി തോന്നി. ഫയലുകളിലെ അക്കങ്ങൾ വെറും മഷിപ്പടർപ്പുകളായി മാറി. ആ ഒറ്റമുറി വീടും അവിടുത്തെ ദാരിദ്ര്യവും അയാളുടെ ഉറക്കം കെടുത്തി. എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ. ആ കുടുംബത്തിന് സ്വയം എഴുന്നേൽക്കാൻ ഒരു കൈത്താങ്ങ് നൽകണം. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. അന്ന് രാത്രി കൃഷ്ണനുണ്ണിക്ക് ഉറക്കം വന്നില്ല. ഫാനിൽ നോക്കി കിടക്കുമ്പോൾ അമ്മുവിന്റെയും അമ്മച്ചിയുടെയും മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു. ഒടുവിൽ സഹിക്കാനാവാതെ അവൻ ഫോണെടുത്ത് ശാലിനിയെ വീച്ചു. ഉറങ്ങിയില്ല കൃഷ്ണേട്ടാ? അവളുടെ ശബ്ദത്തിൽ ഉറക്കച്ചടവുണ്ടായിരുന്നു. ഇല്ല ചാലു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൻ കണ്ട കാര്യങ്ങൾ ഓരോന്നായി അവളോട് പറഞ്ഞു. ആ ഒറ്റമുറി വീടും ശ്വാസം മുട്ടുന്ന അപ്പൂപ്പനും വീൽചെയറിലെ ആ പെൺകുട്ടിയും. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശാലിനി കുറച്ചുനേരം നിശബ്ദയായി. പിന്നെ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നമുക്കവരെ കൈവിടാൻ പറ്റില്ല കൃഷ്ണേട്ടാ. നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യണം. എനിക്കൊന്ന് കാണണം അവരെ. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ശാലിനി എന്നും അങ്ങനെയാണ്, തന്റെ മനസ്സറിഞ്ഞു കൂടെ നിൽക്കുന്നവൾ. പിറ്റേന്ന് രാവിലെ തന്നെ കൃഷ്ണനുണ്ണി തന്റെ MBA ബാച്ചിലെ സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പായ സാന്ത്വനയാ ഒരു നീണ്ട മെസ്സേജ് അയച്ചു. കൂടെ ആ വീടിന്റെ ചില ചിത്രങ്ങളും. കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും പണം പിരിച്ച് പാർട്ടികൾ നടത്താറില്ലേ? ഇത്തവണ നമുക്ക് ആ പണം ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ഉപയോഗിച്ചാലോ? സാധാരണ തമാശകളും ട്രോളുകളും നിറയാറുള്ള ആ ഗ്രൂപ്പ് പെട്ടെന്ന് നിശബ്ദമായി. പിന്നെ മെസ്സേജുകളുടെ പ്രളയമായിരുന്നു. ഞാനുണ്ട് കൂടെ എന്ന ആദ്യം മെസ്സേജ് അയച്ചത് ദീപു ആയിരുന്നു. കോഴിക്കോട് ഒരു ആർട്ട് ഗാലറി നടത്തുന്ന, കുറച്ചു വട്ടൊക്കെയുള്ള, എന്നാൽ സ്വർണ്ണ മനസ്സുള്ള കൂട്ടുകാരൻ. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് പോകാം. പിന്നാലെ രമ്യ, അക്ബർ, ജോർജ്, അങ്ങനെ എല്ലാവരും സഹായഹസ്തങ്ങളുമായി മുന്നോട്ട് വന്നു. അങ്ങനെ ആ ഞായറാഴ്ച വന്നെത്തി. കൃഷ്ണനുണ്ണിയുടെ കാറിൽ ശാലിനിയും ദീപുവും ഉണ്ടായിരുന്നു. ദീപുവിന് ആ വീട് കാണാൻ വലിയ ആകാംക്ഷയായിരുന്നു. നീ പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊന്ന് കാണാൻ തോന്നി കൃഷ്ണ. ഇത്രയുമധികം കഷ്ടപ്പെടുന്നവർ ഇപ്പോഴുമുണ്ടോ? ദീപു ചോദിച്ചു. കാർ ആ കുന്നിൻ മുകളിലെത്തിയപ്പോൾ ദീപുവിന്റെയും ശാലിനിയുടെയും മുഖം മങ്ങി. നേരിട്ട് കണ്ടപ്പോൾ കൃഷ്ണനുണ്ണി പറഞ്ഞതിനേക്കാൾ ദയനീയമായിരുന്നു കാര്യങ്ങൾ. ശാലിനി കാറിൽ നിന്നിറങ്ങി നേരെ അമ്മുവിന്റെ അടുത്തേക്ക് ചെന്നു. അവൾ കൊണ്ടുവന്ന പുതിയ ഉടുപ്പുകളുടെ വർണ്ണപ്പൊതി അമ്മുവിന് നീട്ടി. ഇത് അമ്മു അമ്പരന്നു. അവളുടെ കണ്ണുകൾ നാണം കലർന്ന സന്തോഷം. ഇതൊരു സമ്മാനമാണ്, ചേച്ചി വാങ്ങിയതാ. മോൾക്കിത് പാകമാകുമോ എന്ന് നോക്കിക്കേ. ശാലിനി സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി. ആ സ്പർശനം അമ്മുവിന് പുതിയ ഒരു അനുഭവമായിരുന്നു. സഹതാപമല്ല, മറിച്ച് സ്നേഹമാണ് ആ വിരലുകളിലുണ്ടായിരുന്നത്. അമ്മുവിന്റെ കണ്ണുകൾ വിടർന്നു. അതേസമയം ദീപു ആ വീടിനുള്ളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ഒരു കലാകാരന്റെ കണ്ണുകൾക്ക് അവിടെയുള്ള ദാരിദ്ര്യത്തെക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും നനഞ്ഞ ഭിത്തികളും അവൻ സൂക്ഷ്മമായി വീക്ഷിച്ചു. ഇവിടെ എങ്ങനെയാണിവർ ജീവിക്കുന്നത്? ദീപു ആത്മകഥമെന്നോളം പറഞ്ഞു. അമ്മച്ചിയും ശാലിനിയും സംസാരിക്കുന്നതിനിടയിലാണ് കട്ടിലിനടിയിലിരിക്കുന്ന ആ പഴയ പൊടി പിടിച്ച ഡ്രോയിംഗ് ബുക്കിന്റെ വക്ക് ദീപുവിന്റെ കണ്ണിൽ പെട്ടത്. അമ്മച്ചിയും ശാലിനിയും തമ്മിലുള്ള സംസാരം തുടരുന്നതിനിടയിൽ അമ്മുവിന്റെ പഴയ കട്ടിലിനടിയിൽ നിന്നും കീറിപ്പറഞ്ഞൊരു പുസ്തകത്തിന്റെ അറ്റം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ദീപു കണ്ടു. എന്തോ ഒരു കൗതുകം തോന്നി അവനതെടുത്തു. അയ്യോ സാറേ, അത്! അമ്മു പരിഭ്രമത്തോടെ വിളിച്ചു പറഞ്ഞു. ഇതെന്താ അമ്മു? ദീപു ആ പൊടി പിടിച്ച കവർ മെല്ലെ തുറന്നു. അത് ഈ കൊച്ചു വെറുതെ സമയം കളയാൻ ഓരോന്ന് കുത്തി വരയ്ക്കുന്നതാ സാറേ, കരിക്കട്ടയും പെൻസിലുമൊക്കെ വെച്ച്. അമ്മച്ചി ചിരിച്ചു. നമുക്കിതിനൊന്നും വകയില്ലല്ലോ, പേപ്പർ കിട്ടിയാൽ അവൾ എന്തെങ്കിലും വരച്ചുകൂട്ടും. ദീപുവിന്റെ കണ്ണുകൾ ആദ്യത്തെ പേജിൽ തന്നെ ഉടക്കി. വെറുമൊരു കുത്തിവരയായിരുന്നില്ല അത്.
ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു കിളിയുടെ ചിത്രം. ചാർക്കോൾ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്, പക്ഷെ ആ കിളിയുടെ കണ്ണുകളിലെ ഏകാന്തത അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മൈ ഗോഡ്! ദീപു അത്ഭുതത്തോടെ ഓരോ പേജും മറിച്ചു. ഉറങ്ങിക്കിടക്കുന്ന അപ്പൂപ്പൻ, വീടിനു പുറത്തെ ആഞ്ഞിലിമരം, മഴയത്ത് പറക്കുന്ന തുമ്പി. സാധാരണ കാഴ്ചകൾ, പക്ഷെ അതിലെല്ലാം അസാധാരണമായ ഒരു ജീവസുറ്റ സ്പർശമുണ്ടായിരുന്നു. ഒട്ടും പരിശീലനം ലഭിക്കാത്ത, എന്നാൽ ജന്മസിദ്ധമായ പ്രതിഭയുള്ള കൈകൾ. അവസാനത്തെ പേജിലെത്തിയപ്പോൾ ദീപുവിന്റെ ശ്വാസം നിലച്ചുപോയി. മഴ തകർത്തു പെയ്യുന്ന ഒരു ബസ് സ്റ്റോപ്പ്, അവിടെ കുട പിടിച്ചു നിൽക്കുന്ന ഒരു യുവാവ്, അയാളുടെ മുന്നിൽ നനഞ്ഞു കുതിർന്ന വേഷത്തിൽ നിൽക്കുന്ന ഒരു വയോധിക. ആ യുവാവിന്റെ മുഖത്തെ ഭാവം, അത് കൃഷ്ണനുണ്ണിയായിരുന്നു. കരുണയും വാത്സല്യവും നിറഞ്ഞ ആ നോട്ടം അമ്മു എത്ര കൃത്യമായാണ് പകർത്തിയിരിക്കുന്നത്. കൃഷ്ണ, ശാലിനി, ഇങ്ങോട്ട് നോക്കേ! ദീപുവിന്റെ ശബ്ദമുയർന്നു. അവർ ഓടിയെത്തി. ആ ചിത്രം കണ്ടപ്പോൾ കൃഷ്ണനുണ്ണി സ്തബ്ധനായി. ഇത് നീ വരച്ചതാണോ? അവൻ അമ്മുവിനെ നോക്കി. അമ്മു നാണത്തോടെ തലയാട്ടി. അന്ന് സാര അമ്മമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ ജനലിലൂടെ കണ്ടിരുന്നു. ശാലിനി ആ ചിത്രം കയ്യിലെടുത്തു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര മനോഹരമായാണിത് വരച്ചിരിക്കുന്നത്! കൃഷ്ണനുണ്ണിയുടെ മനസ്സുപോലും ഈ ചിത്രത്തിലുണ്ട്. ദീപു ആവേശത്തോടെ അമ്മുവിന്റെ അടുത്തേക്ക് ചെന്നു. മോളെ, നീ വെറുമൊരു കുട്ടിയല്ല, നീ വലിയൊരു കലാകാരിയാണ്. നിന്റെ വിരലുകളിൽ മാന്ത്രിക വിദ്യയുണ്ട്. അമ്മു വിശ്വസിക്കാനാവാതെ നോക്കി. ആരും ഇതുവരെ അവളെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാരിയായ, ഒന്നിനും കൊള്ളാത്തവൾ എന്ന് സ്വയം കരുതിയിരുന്ന അവൾക്ക് അത് പുതിയൊരു ജന്മം കിട്ടിയതുപോലെ തോന്നി. ഈ ചിത്രങ്ങൾ വെറുതെ ഇരിക്കേണ്ടവയല്ല, ദീപു ഉറപ്പിച്ചു പറഞ്ഞു. കൃഷ്ണ, ഇവൾക്ക് വേണ്ടത് സഹതാപമല്ല, അംഗീകാരമാണ്. എന്റെ ഗാലറിയിൽ അടുത്ത മാസം നടക്കുന്ന എക്സിബിഷനിൽ അമ്മുവിന്റെ ചിത്രങ്ങൾ ഞാൻ വയ്ക്കും. അതിജീവനത്തിന്റെ നിറങ്ങൾ, അതാകും തീം. സത്യമാണോ സാറേ? അമ്മച്ചി കൈകൂപ്പി. സത്യമാണ് അമ്മച്ചി. ഇവളുടെ കഴിവ് ഈ ലോകം കാണും. ഈ ചിത്രങ്ങൾ വിറ്റാൽ കിട്ടുന്ന പണം മതി ഈ കുടുംബത്തിന് അന്തസ്സായി ജീവിക്കാൻ. ഇതാരുടെയും ദാനമല്ല, അമ്മുവിന്റെ സമ്പാദ്യമാണ്. അമ്മുവിന്റെ മുഖത്ത് അപ്പോൾ വിരിഞ്ഞ ചിരിക്ക് 7 വർണ്ണങ്ങളെക്കാൾ ശോഭയുണ്ടായിരുന്നു. വീൽചെയറിലിരിക്കുമ്പോഴും താൻ ആകാശത്തോളം വളർന്നതായി അവൾക്ക് തോന്നി. ആ ഒറ്റമുറി വീട്ടിൽ ആദ്യമായി പ്രതീക്ഷയുടെ വലിയൊരു വെളിച്ചം തെളിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ബാങ്കിലെത്തിയപ്പോൾ കൃഷ്ണനുണ്ണിയുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു. പതിവ് മീറ്റിംഗിന് എല്ലാവരെയും വിളിച്ചുകൂട്ടി. സുഹൃത്തുക്കളെ, കൃഷ്ണനുണ്ണി തുടങ്ങി, നമ്മളിവിടെ വെറും കണക്കുകൾ കൂട്ടാനും കിഴിക്കാനും മാത്രമല്ല ഉള്ളത്. ഇന്നലെ ഞാൻ കണ്ടൊരു കാഴ്ച. അയാൾ ആ ഒറ്റമുറി വീടിന്റെയും അമ്മുവിന്റെയും കഥ വിവരിച്ചു. ബാങ്കിനുള്ളിൽ കനത്ത നിശബ്ദത പടർന്നു. പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഞാനൊരു തീരുമാനമെടുത്തു. ആ വീട് നമ്മൾ പുതുക്കി പണിയുന്നു. സാന്ത്വനം എന്ന എന്റെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പ് സാമ്പത്തിക സഹായം നൽകും. പക്ഷേ നിങ്ങളുടെ സഹകരണവും എനിക്ക് വേണം. ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഹെഡ് ക്ലർക്ക് സഹദേവൻ. സഹദേവൻ മെല്ലെ കൃഷ്ണനുണ്ണിയുടെ അടുത്തേക്ക് നടന്നു. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോക്കറ്റിൽ നിന്നും ഒരു വെള്ള കവറെടുത്ത് അയാൾ മേശപ്പുറത്തു വച്ചു. സർ, ഇതെന്റെ ഈ മാസത്തെ ശമ്പളത്തിന്റെ ഒരു വിഹിതമാണ്. പിന്നെ എന്റെ സേവിങ്സിലെ കുറച്ച് പണവും. സഹദേവന്റെ ശബ്ദമിടറി. അന്ന് ആ അമ്മച്ചിയോട് ഞാൻ കാണിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ്. അവരുടെ കണ്ണുനീരെന്നെ ഉറക്കുന്നില്ല. വീട് പണിക്ക് പണം മാത്രമല്ല, കല്ല് ചുമക്കാനും സിമന്റ് കൂട്ടാനും ഞാനും വരും. അതെങ്കിലും ചെയ്താലേ എന്റെ മനസ്സിന്റെ ഭാരം കുറയൂ. സഹദേവന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് കൃഷ്ണനുണ്ണി എഴുന്നേറ്റ് അയാളുടെ തോളിൽ തട്ടി. സഹദേവൻ, തിരിച്ചറിവാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അതൊരു തുടക്കമായിരുന്നു. ബാങ്കിലെ പ്യൂൺ രാമേട്ടൻ മുതൽ ജൂനിയർ ക്ലർക്ക് വരെ എല്ലാവരും ആവേശത്തോടെ മുന്നോട്ട് വന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ബാങ്കിലെ ഇടപാടുകാരും നാട്ടുകാരും സഹായഹസ്തങ്ങളുമായി എത്തി. അടുത്ത ഞായറാഴ്ച ആ കുന്നിൻ മുകളിൽ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ജീൻസും ടീഷർട്ടും അണിഞ്ഞ് കൃഷ്ണനുണ്ണിയും സഹദേവനും ദീപുവും ശാലിനിയും അടങ്ങുന്ന വലിയൊരു സംഘം അവിടെ പണിക്കിറങ്ങി. പഴയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മാറ്റുമ്പോൾ അമ്മച്ചിയുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, ആശ്വാസമായിരുന്നു. മേൽക്കൂര പൊളിച്ചുമാറ്റി പുതിയ ഷീറ്റുകൾ വിരിച്ചു. അമ്മുവിന് വീൽചെയർ അനായാസം ഓടിക്കാവുന്ന തരത്തിൽ തറ സിമന്റിട്ടു മിനുക്കി. അപ്പൂപ്പന് വെയിൽ കായാനായി ഒരു ചെറിയ വരാന്തയും അവർ പണി കഴിച്ചു. ഉച്ചയ്ക്ക് അമ്മച്ചി വലിയൊരു കലത്തിൽ കഞ്ഞി വെച്ചു, കൂടെ ചമ്മന്തിയും.
വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന കൃഷ്ണനുണ്ണിക്കും കൂട്ടർക്കും അമ്മച്ചി കഞ്ഞി വിളമ്പുമ്പോൾ ആ മുഖത്ത് കണ്ട സംതൃപ്തിക്ക് കോടികളുടെ വിലയുണ്ടായിരുന്നു. മക്കളെ, ഈ വയസ്സുകാലത്ത് എനിക്കിതിലും വലിയൊരു ഭാഗ്യം കിട്ടാനില്ല. ഈശ്വരൻ ഇല്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈശ്വരൻ മനുഷ്യരുടെ രൂപത്തിൽ വരും. സഹദേവൻ അമ്മുവിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. മോളെ, ഈ ചേട്ടനോട് ക്ഷമിക്കണം. അന്ന് അമ്മമ്മയോട്. സാരമില്ല ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് വീട് പണിത് തന്നില്ലേ? വൈകുന്നേരമായപ്പോഴേക്കും ആ വീടിന്റെ രൂപം മാറി. സ്നേഹക്കൂട് എന്നെഴുതിയ ഒരു ചെറിയ ബോർഡ് ദീപു വീടിന്റെ മുന്നിൽ തൂക്കി. പണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൃഷ്ണനുണ്ണി തിരിഞ്ഞു നോക്കി. അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ ആ വീട് തിളങ്ങുന്നുണ്ടായിരുന്നു. അതൊരു വീട് മാത്രമായിരുന്നില്ല, ഒരുപാട് മനുഷ്യരുടെ സ്നേഹത്തിന്റെ സ്മാരകമായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ആ കുന്നിൻ മുകളിൽ ഇപ്പോൾ പഴയ ഒറ്റമുറി കൂരയില്ല. പകരം വെള്ള നിറത്തിൽ പെയിന്റടിച്ച മനോഹരമായ ചെറിയൊരു വീട്, സ്നേഹക്കൂട്. മുറ്റത്ത് വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിച്ചൊരു പന്തൽ. ഇന്ന് അമ്മുവിന്റെ വലിയ ദിവസമാണ്. അതിജീവനത്തിന്റെ നിറങ്ങൾ എന്ന പേരിൽ ദീപു സംഘടിപ്പിച്ച ചിത്രപ്രദർശനം ആ മുറ്റത്ത് നടക്കുകയാണ്. ഗ്രാമത്തിലെ പ്രമുഖരും ബാങ്ക് ജീവനക്കാരും ദീപുവിന്റെ സുഹൃത്തുക്കളുമെല്ലാം എത്തിയിട്ടുണ്ട്. ഉച്ചയോടെ ഒരു ഓട്ടോറിക്ഷ മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയ മെലിഞ്ഞ യുവാവ് ആ വീട് കണ്ട അമ്പരന്ന് നിന്നുപോയി. അത് അപ്പുവായിരുന്നു, അമ്മുവിന്റെ സഹോദരൻ. കോയമ്പത്തൂരിൽ നിന്നും ലീവ് കിട്ടാത്തതുകൊണ്ട് വരാൻ വൈകിയതാണ്. അപ്പു, അമ്മച്ചി ഓടിച്ചെന്നു. അമ്മമ്മേ, ഇതാണോ നമ്മുടെ വീട്? അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓടിവന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. എന്റെ പൊന്നുപെങ്ങൾ. കൃഷ്ണനുണ്ണി അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പു കൃഷ്ണനുണ്ണിയുടെ കാൽക്കൽ വീഴാനാഞ്ഞു. അരുത് അപ്പു, അയാൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തലയുയർത്തി നിൽക്കണം. നിന്റെ അനിയത്തി ഇന്ന് വലിയൊരു കലാകാരിയാണ്. ഈ വീട് ആരുടെയും ദാനമല്ല, അവളുടെ കഴിവിനുള്ള അംഗീകാരമാണ്. ദീപു മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. സുഹൃത്തുക്കളെ, ഈ പ്രദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഇപ്പോൾ അനാച്ഛാദനം ചെയ്യുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. അപ്പൂക്കുൻ വിറയ്ക്കുന്ന കൈകളോടെ ആ ചിത്രത്തിന് മുകളിലുള്ള തുണി മാറ്റി. മഴയത്ത് ആ പഴയ വീടിന്റെ മുന്നിൽ ഒരു കുടക്കീഴിൽ നിൽക്കുന്ന കൃഷ്ണനുണ്ണിയും ശാലിനിയും, അവരുടെ പിന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മച്ചിയും അമ്മുവും. ചിത്രത്തിന് താഴെ അമ്മു എഴുതിയിരുന്നു, ദൈവത്തിന്റെ കയ്യൊപ്പ്. കയ്യടി ശബ്ദം കൊണ്ട് ആ കുന്നിൻ പ്രദേശം മുഖരിതമായി. ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കൃഷ്ണനുണ്ണിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. കൃഷ്ണേട്ടാ, നമ്മൾ ജയിച്ചു. ബാങ്കിലെ കോടികളുടെ കണക്കിനേക്കാൾ വലിയ സമ്പാദ്യം ഇതാണ്. പ്രദർശനം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ സന്ധ്യയായിരുന്നു. അപ്പുവും അമ്മച്ചിയും അമ്മുവും ചേർന്ന് അവരെ യാത്രയാക്കാൻ ഗേറ്റ് വരെ വന്നു. സാറേ, ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? അപ്പു ചോദിച്ചു. ഇതൊരു കടമല്ല അപ്പു. നാളെ നിനക്ക് കഴിവുണ്ടാകുമ്പോൾ നീയും ഇതുപോലെ ആർക്കെങ്കിലും ഒരു തണലാവുക. അപ്പോൾ ഈ കടം വീടും. കൃഷ്ണനുണ്ണി പുഞ്ചിരിച്ചു. കാർ ദൂരേക്ക് പോകുമ്പോൾ അമ്മു കൈവീശി കാണിക്കുന്നത് കണ്ണാടിയിലൂടെ കൃഷ്ണനുണ്ണി കണ്ടു. പുറത്ത് നേരിയ മഴ ചാർന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആ മഴയ്ക്ക് നൊമ്പരത്തിന്റെ തണുപ്പല്ല, സ്നേഹത്തിന്റെ കുളിർമയായിരുന്നു. ഒരു ചെറിയ ഒപ്പിടൽ കൊണ്ട്, ഒരു ചെറിയ കരുതൽ കൊണ്ട് ഒരു കുടുംബത്തിന്റെ തലവര തന്നെ മാറ്റിവരച്ചിരിക്കുന്നു.